വീടിൻ്റെ നേരെ ഫ്രണ്ടിലൊരു പലചരക്ക് കടയുണ്ട്. അവിടുത്തെ ഞാളിയത്ത് തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു. ഞാൻ സ്കൂട്ടർ എടുത്ത് പോകുന്ന ഇടയ്ക്ക് എത്തിയപ്പോഴേക്കും അടുത്ത വിളി ഈ തോമസിൻ്റെ വന്നു. രണ്ടാമത്തെ ആളെ വെട്ടിക്കൊലപ്പെടുത്തു. മൂക്കന്നൂർ പള്ളിയുടെ പരിസരത്ത് എത്തിയപ്പോഴേക്കും വീണ്ടും അടുത്ത കൊലപാതകം നടന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു മൂക്കന്നൂർ കൂട്ടക്കൊല. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പ്രതിയായ എരപ്പ സ്വദേശി ബാബു സ്വന്തം കൈകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് ജ്യേഷ്ഠനെയും ഭാര്യയെയും അവരുടെ മൂത്ത മകളെയുമാണ്. ഈ വീട്ടിൽ വച്ചാണ് പ്രതിയായ ബാബു തന്റെ മൂത്ത ജ്യേഷ്ഠൻ ശിവനെയും ഭാര്യ വത്സലയെയും മൂത്ത മകൾ സ്മിതയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. 2018 ഫെബ്രുവരി 12-നായിരുന്നു കൊലപാതകങ്ങൾ. കൃത്യം നടത്തിയ ശേഷം ചിറങ്ങരയിലുള്ള ക്ഷേത്രക്കുളത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച ബാബുവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. മൂക്കന്നൂർ പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ളൊരു ഇടുവഴിയുണ്ട്. അതിൽ കയറി വീടിനടുത്ത് നിന്ന് സ്കൂട്ടർ വെച്ച് ഓടി ഇതിൻ്റെ മുറ്റത്തേക്ക് കയറി. തൊട്ടുപിറകെ എൻ്റെ പോലീസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം ഈ ചേട്ടൻ്റെ മൃതദേഹമാണ് കാണുന്നത്. അദ്ദേഹം കമഴ്ന്ന് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ചേട്ടൻ്റെ ഭാര്യയുടെ ബോഡി കണ്ടു. മൂന്നാമത്തെ ബോഡി എവിടെയെന്ന് കടക്കാരനോട് ചോദിക്കുമ്പോഴാണ് അവർ അലക്കുകല്ലിൽ തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വെട്ടിയത്. സ്മിതയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ബാബുവിന് വധശിക്ഷ വിധിച്ചു. സ്മിതയുടെ 11 വയസ്സുള്ള മകന്റെ കൺമുന്നിൽ വച്ച് 35 തവണ വെട്ടിയാണ് ബാബു കൊലപ്പെടുത്തിയത്. ശിവനെയും ഭാര്യ വത്സലയെയും കൊലപ്പെടുത്തിയ കുറ്റത്തിന് ഇരട്ട ജീവപര്യന്തം തടവും കോടതി വിധിച്ചു. അമ്മയെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച സ്മിതയുടെ ഇരട്ടക്കുട്ടികളായ അശ്വിൻ, അപർണ എന്നിവരെയും പ്രതി അന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നായിരുന്നു വിധി പ്രസ്താവിച്ച എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ സോമന്റെ നിരീക്ഷണം. പ്രദേശവാസികളുടെ മനസ്സിൽ ഇന്നും ആ ദിവസവും വീടും ഭീതിയോടെ നിലനിൽക്കുന്നു. മനുഷ്യൻ മറക്കാൻ പറ്റില്ലല്ലോ. 3 പേരെ ഒരു നാട്ടിൽ നമ്മൾ പറഞ്ഞു കേൾവിയുള്ളൂ. അവനവൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് 3 പേരെ കൊന്നു എന്ന് പറയുമ്പോൾ അത് ജനം പേടിയോട് തന്നെയാണ് നിൽക്കുന്നത്. അവരെ വീട്ടുകാർക്കും പേടിയുണ്ട്. അതിൽ ഇപ്പോഴും പേടിച്ച ആ ഒരു ഭയത്തിൽ തന്നെയാണ് വീട്ടുകാരും നിൽക്കുന്നത്. ബാക്കിയുള്ളവരും ആളുകളാരും അങ്ങോട്ട് പോകാറില്ല. ഇല്ല, പോക്കില്ല. അത്യാവശ്യം ഇപ്പോൾ അവരുടെ ബന്ധുക്കളുടെ അടുത്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകുന്നു, അല്ലാണ്ട് ആരും പോകുന്നില്ല അങ്ങോട്ട്. ഇപ്പോഴും ഒന്ന് പ്രതികരിക്കാൻ പോലും ആകാത്ത വിധം നടുക്കത്തിലാണ് മരിച്ചവരുടെ കുടുംബം. സ്വന്തം ബന്ധുവിൽ നിന്ന് അവർ ഒരിക്കലും ഈ കൊടുംചതി പ്രതീക്ഷിച്ചിരുന്നില്ല. വിയ്യൂർ ജയിലിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബാബു ഇപ്പോഴുള്ളത്. ജോയ് സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.